ബൽറാം, ഇപ്പോൾ എന്തൊക്കെ ചർച്ചകൾ അത് ഏത് രീതിയിൽ നടന്നു ഈ കഴിഞ്ഞ 3 മണിക്കൂർ നേരം എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകിയത്. എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡിന് ഒരു കൃത്യമായ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിയാത്തത് എന്നത് ഒരു സുപ്രധാനമായ ചോദ്യമാണ്. ഒരു തീരുമാനം ഇന്നുണ്ടാകും അല്ലെങ്കിൽ നാളെ പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെയാണ് നേതാക്കൾ നേരത്തെ ഈ യോഗത്തിന് എത്തുന്നതിന് മുൻപേ പ്രതികരിച്ചതെങ്കിൽ ഇപ്പോൾ ആ സ്ഥിതിയല്ല. എന്ന് പറയാൻ പറ്റും എന്ന് പോലും കൃത്യമായി നേതൃത്വത്തിന് പറയാൻ കഴിയുന്നില്ല. ആ രീതിയിൽ കൃത്യമായ നിലപാട് ഈ പറയുന്ന 3 പേരും ഉയർത്തുന്നു, അവർ അത് പിന്നോട്ട് പോകുന്നില്ല എന്നാകുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഫോർമുല ഉണ്ടാവുക? എന്ത് ഫോർമുലയായിരിക്കും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുക? ഒരു ടേം വ്യവസ്ഥയിൽ CM-മാരെ നിശ്ചയിക്കുക, അങ്ങനെയൊക്കെ പോകേണ്ട ഒരു സ്ഥിതിയിലാണോ കോൺഗ്രസ്? പ്രജിൻ, ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ യോഗത്തിന് പുറപ്പെടും മുമ്പ് പറഞ്ഞത് ഇന്നത്തോടെ തന്നെ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ്. കാരണം വിശദമായ ചർച്ചകൾ നേതാക്കളെ കൂട്ടമായും ഒറ്റയ്ക്കൊറ്റയ്ക്കും ചർച്ച നടത്തുന്നു. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കൂടാതെ കേരളത്തിലെത്തിയ 2 ഹൈക്കമാൻഡ് പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് ചർച്ചകൾ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ഈ നാട്ടിലെ MLA-മാർ ഉന്നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സംയുക്തമായി ഒരു മേശപ്പുറത്തേക്ക് ചർച്ചയ്ക്ക് വരികയും അതിൽ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്നുമാണ് പ്രതീക്ഷിച്ചത്. ആദ്യഘട്ടത്തിൽ 1.5 മണിക്കൂറോളമാണ് സംയുക്തമായി നടന്ന ചർച്ച മുന്നോട്ട് പോയത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ തങ്ങളുടെ അവകാശവാദങ്ങളിൽ നേതാക്കൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യരാണ് എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ് ഉണ്ടായത് ഹൈക്കമാൻഡിന് മുന്നിൽ. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നത്. അതേസമയം VD സതീശിനെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുടെ പിന്തുണ, ജനവികാരം എന്നിവയാണ് അദ്ദേഹത്തിന് അനുകൂലം. എന്നാൽ മറ്റു പല ഘട്ടങ്ങളിലും ഹൈക്കമാൻഡ് ഇത്തരത്തിൽ തർക്കമുണ്ടാകുമ്പോൾ പരിഗണനയ്ക്കെടുക്കാറുള്ളത് സീനിയോറിറ്റി എന്നുള്ള ഘടകമാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് അനുകൂലം. ഒപ്പം ഘടകകക്ഷികളുടെ പിന്തുണ അദ്ദേഹത്തിനുമുണ്ട്, മറ്റ് സംഘടനകളുടെ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ അവകാശവാദങ്ങൾ അത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിൽ കൂടുതൽ വൈകാരിക തലത്തിലേക്ക് കടന്നിരുന്നു. ബൽറാം തുടരുക. ഇപ്പോൾ തമിഴ്നാട്ടിലേക്കൊന്ന് പോകുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ വരുന്നു. ലോക് ഭവനിൽ ഗവർണറെ കണ്ട് തിരികെ മടങ്ങുന്ന വിജയാണ് ആ ദൃശ്യത്തിൽ നമ്മൾ കണ്ടത്. ആദ്യത്തെ ആ കറുത്ത കാറിൽ പുറത്തേക്ക് പോകുന്നത് വിജയാണ്. അപ്പോൾ സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി ഗവർണറെ കണ്ട ശേഷമാണ് ഇപ്പോൾ വിജയുടെ മടക്കം എന്നുകൂടി അറിയുന്നു. അവിടെ 118 എന്ന മാജിക് നമ്പറിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി TVK എത്തുകയായിരുന്നു. മുസ്ലിം ലീഗും പിന്തുണ പ്രഖ്യാപിച്ചതോടെ 120 എന്ന വളരെ സേഫ് ആയിട്ടുള്ളൊരു നമ്പറിലേക്ക് TVKയും വിജയും എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സർക്കാർ രൂപീകരണത്തിലുള്ള നീക്കങ്ങൾ വീണ്ടും ഇവിടെ തുടങ്ങിയത്. ഇപ്പോൾ ലോക് ഭവനിൽ വിജയ് ഗവർണറെ കണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. നാടകീയ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് കണ്ടിരുന്നു തമിഴ്നാട്ടിൽ. പിന്തുണ ഉറപ്പാക്കാനാകാതെ ദിവസങ്ങൾ നീളുന്ന സാഹചര്യവും ഉണ്ടായി. ഏറ്റവും ഒടുവിലാണ് മുസ്ലിം ലീഗിന്റെ, ഇടതു പാർട്ടികളുടെ, VCKയുടെ ഒക്കെ പിന്തുണ ഉറപ്പാക്കി മാജിക് നമ്പറിലേക്ക് എത്താൻ TVKയ്ക്ക് ആയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജയ് അറിയിച്ചിരിക്കുന്നത്. നമുക്കൊന്നുകൂടെ ഡൽഹിയിലേക്ക് പോകാം. അവിടെ ബൽറാം തുടരുന്നുണ്ട്. ബൽറാം പറഞ്ഞു നിർത്തിയിടത്തും തുടരാം. പ്രജിൻ, ഈ VD സതീശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വൈകാരികമായിരുന്നു ഹൈക്കമാൻഡിന് മുന്നിൽ തന്റെ നിലപാടുകൾ ധരിപ്പിച്ചത്. 2021 പാർട്ടി തകർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല തന്നെ ഏൽപ്പിച്ചത്. എന്നാൽ താൻ ബൽറാം ഒന്ന് നിർക്കണേ. ഇപ്പോൾ VD സതീശൻ പുറത്തേക്ക്, കേരള ഹൗസിന് പുറത്തേക്ക് വരികയാണ്. മാധ്യമപ്രവർത്തകർ വളഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രതികരിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞു എന്നുള്ള നിലപാടാണ് VD സതീശൻ. സംസാരിക്കുന്നില്ല സ്വാഭാവികമായും. മുൻപ് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണത്തിനില്ല. കേരളത്തിലേക്ക് മടങ്ങുകയാണ്, ഡൽഹിയിൽ തുടരേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട് നേതാക്കളെ. VD സതീശനും സണ്ണി ജോസഫും ഇന്ന് തന്നെ മടങ്ങും. രമേശ് ചെന്നിത്തല നാളെയാണ് മടങ്ങുക. ബൽറാം ഉണ്ട്. ബൽറാം പറയൂ.
അസിത, ഇപ്പോൾ വി ഡി സതീശൻ അദ്ദേഹം മടങ്ങുകയാണ്, ചർച്ചകൾ പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടങ്ങുകയാണ്. ഇനി രമേശ് ചെന്നിത്തല മാത്രമാണ് കേരള ഹൗസിലുള്ളത്. അദ്ദേഹം നാളെ രാവിലെ മടങ്ങും കേരളത്തിലേക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തീരുമാന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകില്ല എന്നത് വ്യക്തമായ സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. ഇന്ന് വി ഡി സതീശൻ നേതൃത്വത്തെ ഒറ്റയ്ക്ക് കണ്ട ഘട്ടത്തിൽ വൈകാരികമായാണ് പ്രതികരിച്ചത്. തന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി താൻ നിർവഹിച്ചു, താൻ അത് ആത്മാർത്ഥമായി നിർവഹിച്ചതിന്റെ നിർവൃതി തനിക്കുണ്ട്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഈ ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിന്റെ പേര് മുന്നോട്ട് വെച്ച ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം അതിനെ എതിർക്കുകയോ അല്ല, പരോക്ഷമായി അതിനെ എതിർക്കുന്ന തരത്തിലായിരുന്നു. തനിക്ക് യാതൊരു പദവികളുടെയും ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്ക് പോലും തനിക്ക് വരണമെന്ന ആഗ്രഹമില്ല എന്നായിരുന്നു അദ്ദേഹം നിലപാട് അറിയിച്ചത്. രമേശ് ചെന്നിത്തലയും സമാനമായി കെ.സി. വേണുഗോപാലിന്റെ അവകാശവാദം, അത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി എത്തുകയാണെങ്കിൽ വേണ്ടിവരും, അത് ഗുണം ചെയ്യില്ല എന്നും ജനവികാരം അതിനെതിരാകും എന്നുമുള്ള നിലപാടായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിക്കുന്ന ഒരു സാഹചര്യം, കാര്യങ്ങൾ സങ്കീർണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് എന്തായാലും തീരുമാനം ഉണ്ടാകില്ല എന്ന ഒരു ധാരണയിലേക്ക് എത്തിയത്. തുടർന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ഈ നേതാക്കളുടെ എല്ലാം തന്നെ ശരീരഭാഷയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങൾ സംതൃപ്തരാണ് എന്ന് പ്രകടിപ്പിക്കാനുള്ള ശ്രമം മാത്രമല്ല എല്ലാവർക്കും 3 പേർക്കും ഒരേ സ്വരമായിരുന്നു. ആ രീതിയിലുള്ള പ്രതികരണമാണ് കണ്ടത്. ബൽറാം, അവിടെ എന്തായാലും ഇപ്പം നേതാക്കൾ അവിടെ തുടരേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തീരുമാനം പിന്നീടുണ്ടാകും. പക്ഷേ 23 എന്ന ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതിന് മുമ്പ് തീരുമാനം എപ്പോഴുണ്ടാകും എന്ന് പറയാൻ അവർക്ക് കഴിയുന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.